എന്റെ സഹതായി. വിശുദ്ധ സഹതയുടെ തേജരൂപം പ്രത്യക്ഷപ്പെട്ടതോടെ തൻ്റെ പിന്നാലെ വന്ന ആ ഭയാനകമായ ചങ്ങല ശബ്ദവും പതിയെ നിലച്ചു. പുറകിലേക്ക് നോക്കിത്തിരിഞ്ഞ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് ആ തേജരൂപം അപ്രത്യക്ഷമായി. തൻ്റെ മുന്നാലെ അകന്നകന്നു പോകുന്ന കുതിരക്കുളമ്പടിയുടെ ശബ്ദത്തിൽ അദ്ദേഹം സമാധാനമായി വീട്ടിലേക്ക് മടങ്ങി. என்ன பண்ணும் தெரியல. மச்சான் எங்க பாரு. என்ன மச்சான்? என்ன அது? தேவன மாதிரி இருக்குல்ல. எங்க போய் பார்க்கலாம்? வாங்கடி. இங்க உட்காரலாம். சரி அங்கே உட்காரலாம். அண்ணா ரொம்ப பசிக்குது. மச்சான் உள்ள ஏதா இருக்கா? ஒண்ணும் இல்லனே. என்ன பண்ணும்? சரி அந்த தேவாலயத்துக்கு போய் பார்க்கலாமே. பார்க்கலாமா? சரி வா. அங்கே உட்காரு. ரொம்ப தூக்கம் வருது. சரி மடியில் படுத்து. போதும் மச்சான், இங்க எதுவும் இல்லை. ஆமா மச்சான், இங்க கேட்க மாட்டேன். மச்சான் அங்க பாரு. என்ன இந்த கம்ப்யூட்டர் பார்க்கலாமா? அங்க இல்ல, அங்க பாரு. என்ன குருவி குடும்பம் இருக்குல்ல? புறா கூடு. புறாவா? என்ன பண்ணலாம்? புரியலையா? என்ன பாரு. என்ன என்ன பண்ண போற? இது வச்சு போட்டா அவ்வளவுதான். செம்ம மச்சான், வா போடலாமா? போடலாம். நீதானே போட்டோம். வா மச்சான். மச்சான் எங்க இருக்கு மச்சான்? இங்க ஏதாவது இருக்குல்ல? இந்த பேர் இருக்கு. இங்க இருக்கு. நிஜமா இருக்கு.
ഇതാണോ കാര്യം? ഇത് പ്രേതവും പാതയൊന്നുമല്ല. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട എന്തിനെങ്കിലും ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്താൽ ഇത് സഹതായുടെ ശിക്ഷയാണിത്. ഇത് കുരിശുമുടി പോയി നിങ്ങൾ സഹതായിട്ട് പ്രാർത്ഥിച്ചാൽ ഇത് മാറ്റുള്ളൂ. അങ്ങനെ തടിച്ചുകൂടി ജനങ്ങളുടെ നിർദ്ദേശപ്രകാരം യാചക സംഘം കുരിശടിയിൽ പോയി തെറ്റുകൾ ഏറ്റുപറയുകയും പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്തതിനു ശേഷമാണ് അവരുടെ ദണ്ഡനങ്ങൾ അവസാനിച്ചത്. എന്നിട്ട് അവർ കാഴ്ച വിട്ടുപോയി. പരീക്ഷയൊക്കെ കഴിഞ്ഞ് കലക്കണം. വൈകുന്നേരം പോകും. അതെ അതെ അതെ, നമുക്ക് കുറച്ചൊരു ഇരിക്കാടാ. പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമ്മുടെ പിള്ളേരൊക്കെ ഇനി എന്ന് കാണാനാ? സത്യമാണ്. നമ്മുടെ ജോസ് എവിടെ? അവനിപ്പോ വരുമെന്നാണല്ലോ പറഞ്ഞല്ലോ. അവനെ കണ്ടില്ലല്ലോ. എടാ ദോണ്ട് ജോസ് വരുന്നു. പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇനി എന്നെ നമ്മുടെ പരിപാടി വൈകുന്നേരം ടാക്സി പോയാലോ? പുതിയ പണം വന്നിട്ടുണ്ട്. ഓ വേണ്ട, എന്തോ ഒരു മാങ്ങയാടാ. നമുക്കൊരു മാങ്ങ എറിഞ്ഞാലോ? വാ വന്നേ. നീ ഇങ്ങോട്ടാടാ എറിയുന്നത്? നിൽക്കുന്നു. അതിലിരിക്കരുത്, ദോഷമാടാ. എന്ത് ദോഷമാടാ? അല്ലെ ഒന്ന് പോടാ. ഇതിലൊക്കെ എന്ത് വിശ്വാസം ഇരിക്കുന്നു? വിശ്വാസമില്ലാണ്ടാണ് നീ പള്ളിയിൽ സൺഡേ സ്കൂളിലൊക്കെ പോകുന്നത്. അതൊക്കെ ഞാൻ ചുമ്മാ വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി പോകുന്നയാളാ. അല്ലെങ്കിൽ നീയൊക്കെ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇത്ര വിശ്വാസം പറയാൻ. എടാ ദൈവത്തെ കണ്ടില്ലെങ്കിൽ ദൈവം ഉണ്ടെന്നൊരു വിശ്വാസമാണ് ഞങ്ങളെ വീട്ടിൽ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഞാനും നീ തമ്മിൽ എന്നാടാ വ്യത്യാസം? നീ ഞാൻ വീട്ടുകാരെ ബോധിപ്പിക്കാനല്ലേ പോകുന്നത്? എടാ ആരെയും ബോധിപ്പിക്കാനല്ല, പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പോകുന്നത്. ഇത്രയും വലിയ വിശ്വാസം പറയാം. നിനക്കൊക്കെ വല്ല തെളിവ് ഉണ്ടായിട്ടുണ്ടോടാ? എടാ എനിക്കങ്ങനെ വലിയ തെളിവൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ അപ്പൻ്റെ കാലത്തുണ്ടല്ലോ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അവർ ഒരുപാട് കഥകളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതെ അതെ, നമ്മുടെ കാലത്ത് ഇതൊക്കെ ഉണ്ടാവുമോ? ഒന്ന് പോടാ. അതൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞത് വെറും കഥകളാണ്. അതും വിശ്വസിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുക മണ്ടന്മാര്. ഇവരോടൊന്നും പറഞ്ഞിട്ട്